നമസ്കാരം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു വൈ ആക്സിസിലെ ഏതൊരു പോയിന്റ് എടുത്താലും, വൈ ആക്സിസിൽ നിന്ന് ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എനി പോയിന്റ് ഓൺ വൈ ആക്സിസ് ഹാസ് എക്സ് കോർഡിനേറ്റ് 0. അത് കാരണം നമ്മൾ പറയുന്നത് വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വൈ ആക്സിസിൽ ഏതൊരു പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വൈ ആക്സിസിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഈ വൈ ആക്സിസിൻ്റെ ഇക്വേഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇനി ഈ വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളൊരു പോയിന്റ് സെലക്ട് ചെയ്താൽ, വൈ ആക്സിസിലെ റൈറ്റ് സൈഡിലേക്കുള്ള ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എല്ലാം എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം എക്സ് കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. വൈ ആക്സിസിൽ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റുകളുടെ എല്ലാം എക്സ് കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് ഈ വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്, ഇതാണ് വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡ്, അത് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന ഇനിക്വാളിറ്റിയുടെ ഗ്രാഫായിരിക്കും. അങ്ങനെ പറയാൻ കാര്യം, വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാ പോയിന്റുകളുടെയും എക്സ് കോർഡിനേറ്റ് എടുത്താൽ അത് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന ഇനിക്വാളിറ്റിയെ ആണ്. ഇതുപോലെ വൈ ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മളൊരു പോയിന്റ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലൊരു പോയിന്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ലെസ് ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് വൈ ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഇതാണ് വൈ ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡ്. ഇവിടുത്തെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവാണ്, അല്ലെങ്കിൽ എക്സ് കോർഡിനേറ്റ് ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് ആ പോർഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ലെസ് ദാൻ 0 എന്ന ഇനിക്വാളിറ്റിയെ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. വൈ ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ലെസ് ദാൻ 0 എന്ന ഇനിക്വാളിറ്റിയെയും, വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന ഇനിക്വാളിറ്റിയെയും ആയിരിക്കും. അത് ഓർത്ത് വയ്ക്കാത്ത കാര്യമുള്ളൂ. എക്സ് ഈസ് ഈക്വൽ ടു 0 വൈ ആക്സിസ് ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ആക്സിസിൻ്റെ റൈറ്റ് സൈഡാണ്, എക്സ് ലെസ് ദാൻ 0 വൈ ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടതൊരു കാര്യം, ഞാൻ എക്സ് ആക്സിസിലെ 2 എന്ന പോയിന്റിൽ കൂടി, എക്സ് ആക്സിസിലെ 2 എന്ന പോയിന്റ് എടുത്തു, ആ പോയിന്റിൽ കൂടി ഒരു ലൈൻ വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുക. ഇത് എക്സ് ആക്സിസിലെ 2 എന്ന പോയിന്റിലൂടെ വൈ ആക്സിസിന് പാരലായി വരച്ച ലൈനാണ്. നിങ്ങൾ ഈ ലൈനിലുള്ള ഏതൊരു പോയിന്റ് എടുത്ത് നോക്കിയേ, ആ പോയിന്റുകളുടെ എല്ലാം എക്സ് കോർഡിനേറ്റ് 2 ആ. എക്സ് കോർഡിനേറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പോയിന്റിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ച് അത് എക്സ് ആക്സിസിനെ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് അതാണ് എക്സ് കോർഡിനേറ്റ്. നമ്മൾ ഈ ലൈനിൽ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആ. അതുകൊണ്ട് നമ്മൾ പറയും ഈ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് നമ്മൾ പറയാം. അങ്ങനെ പറയാൻ കാരണം, ആ ലൈനിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ടാണ് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 2. എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ 2 വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ. ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലെ 3 വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ. എക്സ് ഇസ് ഈക്വൽ ടു -2 എന്നാണെങ്കിൽ -2 വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ. അപ്പോൾ ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലൈനിൻ്റെ റൈറ്റ് സൈഡ് എടുത്താൽ, റൈറ്റ് സൈഡിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ എക്സ് 2 വലുതാ. അപ്പോൾ റൈറ്റ് സൈഡിലെ പോയിന്റുകൾക്കെല്ലാം എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ്, അതായത് ഈ ഭാഗം റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന ഇനിക്വാളിറ്റിയെ ആയിരിക്കും. അത് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന ലൈനിൻ്റെ റൈറ്റ് സൈഡാണ്, അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന ഇനിക്വാളിറ്റി. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 2ൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ അത് എക്സ് ഇസ് ഈക്വൽ ടു 2ൻ്റെ ഗ്രാഫ് വരയ്ക്കണം. എക്സ് ഇസ് ഈക്വൽ ടു 2ൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എക്സ് ആക്സിസിൽ 2 വൈ ആക്സിസിന് പാരലായിട്ട്, അതിൻ്റെ റൈറ്റ് സൈഡാണ് എക്സ് ഗ്രേറ്റർ ദാൻ 2.
അവിടെ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡ് മാത്രം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണെങ്കിൽ ആ റൈറ്റ് സൈഡും ആ ലൈനും കൂടി ഉൾപ്പെടും. അങ്ങനെയാണെങ്കിൽ എക്സ് ലെസ് ദാൻ 2ൻ്റെ ഗ്രാഫ് എങ്ങോട്ടായിരിക്കും? എക്സ് ലെസ് ദാൻ 2ൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ എക്സ് ഇസിക്കൽ 2 ലെഫ്റ്റ് സൈഡായിരിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈ ഭാഗമായിരിക്കും എക്സ് ലെസ് ദാൻ 2ൻ്റെ ഗ്രാഫ്. ഇത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും എക്സ് ലെസ് ദാൻ 2ൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, എക്സ് ആക്സിസിലെ 2 വൈ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എക്സ് ഇസിക്കൽ ടു 2 ആണ്. അതിൻ്റെ റൈറ്റ് സൈഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന ഇനിക്വാളിറ്റിയെയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡാണ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന ഇനിക്വാളിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ, ഈ ഭാഗത്തേക്ക് വന്നാൽ, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ലെസ് ദാൻ 2 എന്ന ഇനിക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 3 വന്നാൽ പറയാം എക്സ് ആക്സിസിലെ 3യിൽ കൂടി ലൈൻ വരയ്ക്കുക, വൈ ആക്സിസിന് പാരലായിട്ട് ലൈൻ വരയ്ക്കുക. അതിൻ്റെ റൈറ്റ് സൈഡാണ് എക്സ് ഗ്രേറ്റർ ദാൻ 3, അതിൻ്റെ ലെഫ്റ്റ് സൈഡാണ് എക്സ് ലെസ് ദാൻ 3. അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണാം. ഇനി നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എക്സ് ആക്സിസിൽ നിന്നൊരു പോയിൻ്റാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, എക്സ് ആക്സിസിലൊരു പോയിന്റ് ചൂസ് ചെയ്താൽ എക്സ് ആക്സിസിലെ ഏത് പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിലെ ഏത് പോയിന്റിൻ്റെയും വൈ കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് നമ്മൾ പറയും വൈ ഇസിക്കൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷനാണ് എന്ന് പറയും. ഇപ്പോൾ വൈ ഇക്വൽ ടു 0 ആണ് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ. നേരത്തെ നമ്മൾ എക്സ് ഇസിക്കൽ ടു 0 വൈ ആക്സിസിൻ്റെ ഇക്വേഷനാണ് എന്ന് പറഞ്ഞതുപോലെ വൈ ഇക്വൽ ടു 0 എക്സ് ആക്സിസിൻ്റെ ഇക്വേഷനാണ്. ഇനി നമ്മൾ വൈ ആക്സിസിൻ്റെ മുകളിലേക്ക് ഒരു പോയിന്റ് എടുത്താൽ, മുകളിലേക്കുള്ള ഏത് പോയിന്റ് എടുത്താൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 വലുത് പോസിറ്റീവാണ്. കാരണം ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ വൈ കോർഡിനേറ്റ് എടുക്കുന്നത് എങ്ങനെ? നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എങ്ങോട്ടുള്ള പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് വൈ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ മുകൾ ഭാഗം, ദാറ്റ് മീൻസ് ഈ ഭാഗം, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അവിടെ എല്ലാം വൈ കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ആ ഭാഗം റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന ഇനിക്വാളിറ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ താഴെ ഭാഗത്ത് എടുത്താൽ, താഴെ ഭാഗത്ത് വൈ കോർഡിനേറ്റ് നെഗറ്റീവാണ്. താഴെയുള്ള ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് നെഗറ്റീവാണ്. അതുകൊണ്ട് അതിൻ്റെ താഴെ ഭാഗം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും? വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ദാറ്റ് മീൻസ് വൈ കോർഡിനേറ്റ് ലെസ് ദാൻ 0 ആണ്. അതുകൊണ്ട് ഇതിൻ്റെ താഴെ ഭാഗം റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഈ ഭാഗം റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈ ലെസ് ദാൻ 0 എന്ന ഇനിക്വാളിറ്റി ആയിരിക്കും. ഈ ഭാഗം റെപ്രസെൻറ്റ് ചെയ്യുന്നത് വൈ ലെസ് ദാൻ 0 എന്ന ഇക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ മുകൾ ഭാഗവും വൈ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ താഴെ ഭാഗവും ആയിരിക്കും. ഇനി നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. വൈ ആക്സിസിൽ 2 എന്ന പോയിന്റിൽ കൂടി ഒരു ലൈൻ എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുക. വൈ ആക്സിസിലെ 2-ലൂടെയാണ് വരച്ചത്. വൈ ആക്സിസിലെ 2-ലൂടെ എക്സ് ആക്സിസിന് പാരലായിട്ട് ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ എല്ലാം വൈ കോർഡിനേറ്റ് 2 ആയിരിക്കും. കാരണം വൈ കോർഡിനേറ്റ് എടുക്കുന്നത് പോയിന്റിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വൈ ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണോ അതാണ് വൈ കോർഡിനേറ്റ്. ഇവിടെ ഈ ലൈനിലെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് 2 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പറയും ഈ ലൈനിൻ്റെ ഇക്വേഷൻ വൈ ഇസിക്കൽ ടു 2 ആണ് എന്ന് പറയും. വൈ ഇസിക്കൽ ടു 2 ആണ് ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് നമ്മൾ പറയും. കാരണം ആ പോയിന്റ്, അവിടുത്തെ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ വൈ കോർഡിനേറ്റ് 2 ആയതുകൊണ്ടാണ് ആ ലൈനിൻ്റെ ഇക്വേഷൻ വൈ ഇസിക്കൽ ടു 2. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, ഏതായിരിക്കും വൈ ഗ്രേറ്റർ ദാൻ 2? വൈ ഗ്രേറ്റർ ദാൻ 2 മീൻസ് വൈ കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ 2 വരണം. വൈ കോർഡിനേറ്റ് ഗ്രേറ്റർ ദാൻ 2 വരണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് വന്നാലേ പറ്റൂ. ഈ ലൈനിൻ്റെ മുകളിലേക്ക് വരണം. ദാറ്റ് മീൻസ് ഈ ഭാഗമാണ് എന്ത്? വൈ ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത്. അപ്പോൾ വൈ ലെസ് ദാൻ 2 എവിടെയായിരിക്കും? വൈ ലെസ് ദാൻ 2 തീർച്ചയായിട്ടും ഇതിൻ്റെ വൈ ലെസ് ദാൻ 2 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എവിടെയായിരിക്കും? ഈ ലൈനിൻ്റെ താഴേക്കുള്ള ഭാഗം. കാരണം ആ താഴേക്കുള്ള ഭാഗത്താണ് വൈ കോർഡിനേറ്റ് നെഗറ്റീവ് ആകുന്നത്. ഈ താഴേക്കുള്ള ഭാഗമായിരിക്കും വൈ ലെസ് ദാൻ 2ൻ്റെ ഗ്രാഫ്. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ 2ൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം വൈ ഈക്വൽ ടു 2ൻ്റെ ഗ്രാഫ് വരയ്ക്കണം. വൈ ഈക്വൽ ടു 2ൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ? വൈ ഈക്വൽ ടു 2ൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വൈ ആക്സിസിലെ 2-ലൂടെ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈനാണ്. ഈ ലൈനിൻ്റെ മുകളിലേക്കുള്ള ഏരിയ, ആ റീജിയനാണ് വൈ ഗ്രേറ്റർ ദാൻ 2ൻ്റെ ഗ്രാഫ്. എന്നാൽ ഈ ലൈനിൻ്റെ താഴേക്കുള്ള ഭാഗം, ഈ ലൈനിൻ്റെ താഴേക്കുള്ള ഭാഗം,
ഈ ഭാഗമാണ് y<2 എന്ന ഇനീക്വാളിറ്റിയുടെ ഗ്രാഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് പലയിടത്തും ഈ ഇനിക്വാളിറ്റീസിൻ്റെ കൂടി ഗ്രാഫ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ നേരത്തെ സോൾവ് ചെയ്യാൻ പഠിച്ചപ്പോൾ ഒന്നിലധികം ഇനിക്വാളിറ്റീസ് ഒരുമിച്ച് തന്നിട്ട് അതിൻ്റെ കോമൺ റീജിയൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തരുന്ന അവസരത്തിൽ ചിലപ്പോൾ കൂട്ടത്തിൽ ഒരു ഇനിക്വാളിറ്റി ഇതുപോലുള്ള y<2 അല്ലെങ്കിൽ y<3 അല്ലെങ്കിൽ y>3 ഈ രൂപത്തിലുള്ള ഇനിക്വാളിറ്റീസ് ആയിരിക്കും. അപ്പോൾ അത്തരം ഗ്രാഫുകൾ എങ്ങനെ വരയ്ക്കണം എന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഇത് ക്ലാസ് നമ്മളിവിടെ നിർത്തുകയാണ്. 1-2 അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.